ആരാണ് ഈ മഹാനായ ജെഫ്രി എപ്സ്റ്റീൻ? എങ്ങനെ എപ്സ്റ്റീൻ ഫയൽസിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വന്നു? ഇയാൾ 36-ലധികം പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായി ഉപയോഗിച്ചു. അതിലധികം പെൺകുട്ടികളെയും പ്രമുഖർക്ക് കാഴ്ചവെച്ചു. ഇതിനൊക്കെ തെളിവായിട്ടുള്ളത് 3 ദശലക്ഷം പേജുകളാണ്. 2000-ലധികം വീഡിയോസും 2 ലക്ഷത്തിലധികം ഫോട്ടോസും ഉൾപ്പെടുന്ന വിപുലമായ തെളിവുകളാണ് US പുറത്തുവിട്ടത്. അതിൽ 14 വയസ്സ് താഴെയുള്ള കൊച്ചു പെൺകുട്ടികളെ പോലും ഇയാൾ ഉപദ്രവിക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യാവോ ആ രീതിയിലെല്ലാം ഇവര് ദുരുപയോഗം ചെയ്യുന്നു. കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് അഡ്രിനോക്രോം പോലെയുള്ള രാസവസ്തുക്കൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ അവയവ കടത്ത് മുതൽ ശതകോടീശ്വരന്മാരുടെ ബെഡ്റൂമിൽ പോലും ഈ പെൺകുട്ടികളെ എത്തിക്കുന്നു. ഇതിന്റെ പിന്നിൽ വലിയൊരു സിസ്റ്റം തന്നെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഒരു രാജ്യത്തിനുള്ളിൽ ഇല്ലുമിനാറ്റി പ്രവർത്തിക്കുന്ന പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെ നമ്മുടെ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മിസ്സിംഗ് ആവുന്ന പെൺകുട്ടികളുടെ എണ്ണം. അതായത് 2026 തുടക്കത്തിൽ ഡൽഹിയിൽ നിന്ന് മിസ്സായിരിക്കുന്ന 76% പെൺകുട്ടികളുടെ യാതൊരു അറിവുമില്ല. 2023 മാത്രം കാണാതായ കുട്ടികളുടെ എണ്ണം 1.4 ലക്ഷമാണ്. മനസ്സിലാക്കണം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ അവസ്ഥ. 2022 മാത്രം 94,000 പെൺകുട്ടികളെയാണ് ഇന്ത്യയിൽ നിന്ന് കാണാതായിരിക്കുന്നത്. ഇനി നോക്കുക, 2010, 11, 12, 13 ഈ വർഷങ്ങളിലൊക്കെ എത്ര മൈനർ പെൺകുട്ടികളെ ഇന്ത്യയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്? 46,000, 55,000, 39,000, 39,000 കുറഞ്ഞു വരുവാണ്. അതായത് 2010 മുതൽ 13 വരെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ട്, കുറഞ്ഞു വരുവാണ് മിസ്സിംഗ് കേസുകൾ. പക്ഷെ 2014 മുതൽ 2026 വരെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ട്, വലിയ രീതിയിൽ ഇത് കുതിച്ചുയർന്നിരിക്കുന്നു. അതായത് 2010 എത്രയാണോ അതിന്റെ 2 ഇരട്ടി കുതിച്ചുയർന്നിരിക്കുകയാണ് 2026 മിസ്സിംഗ് കേസുകൾ. നമ്മുടെ രാജ്യത്തെ ആർക്ക് കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ GDP ഉയർത്തുന്നത്? ഈ രാജ്യത്തെ എവിടെ കൊണ്ടെയാണ് നിങ്ങൾ പണയം വെച്ചിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ഒരു പൗരന് ഇവർ എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്?